ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ്റെ ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രഭാതവും ദൈവവചനത്തോടൊപ്പം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രത്യാശയും സമാധാനവും കൃപയും കൊണ്ട് നിറയുന്നു. ഇന്നു നാം ധ്യാനിക്കുന്നത് പുറപ്പാട് പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗമാണ്. കാഴ്ചയപ്പത്തിൻ്റെ മേശയിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, എന്നോടുകൂടെ വസിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും ഒന്നിനും യാതൊരു കുറവും വരുത്തുകയില്ല എന്ന ആ വലിയ ആത്മീയ സത്യമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ മനോഹരമായ പ്രഭാതത്തിനും ജീവന്റെ ദാനത്തിനും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് പോഷിപ്പിക്കണമേ. ഈ ലോകത്തിൻ്റെ അപ്പം മാത്രമല്ല, ജീവന്റെ അപ്പമായ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്ന നല്ല ഒരു ഹൃദയം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വീടുകളിലും ജോലി സ്ഥലങ്ങളിലും അങ്ങയുടെ സമാധാനവും അനുഗ്രഹവും നിറയട്ടെ. ഈ ധ്യാനത്തിലൂടെ അടിയങ്ങളോട് സംസാരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമീൻ. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗം. അവൻ ഖദിരമരം കൊണ്ട് മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുണ്ടായിരുന്നു. അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. ചുറ്റും അതിന് 4 വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി. ചട്ടത്തിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി. അതിന് 4 പൊൻവളയം വാർത്ത് 4 കാലിൻ്റെയും ഓരോ പാർശ്വങ്ങളിൽ തറച്ചു. മേശ ചുമക്കേണ്ടുന്നതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു. മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു. മേശയിലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി. ആമീൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചനത്തിൽ ബസലേൽ കാഴ്ചയപ്പത്തിൻ്റെ മേശ നിർമ്മിക്കുന്നതായി ഈ വചനഭാഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. അത് ശുദ്ധമായ ഖദിരമരം കൊണ്ട് നിർമ്മിച്ച് സ്വർണം കൊണ്ട് പൊതിയുന്നു. ആ മേശപ്പുറത്ത് എപ്പോഴും കാഴ്ചയപ്പം വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇത് വെറുമൊരു ആചാരമായിരുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ജനത്തിന് ദൈവം നൽകുന്ന നിരന്തര പരിപാലനത്തിൻ്റെ വലിയ ഒരു പ്രതീകമായിരുന്നു. യേശുതമ്പുരാൻ പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ വിശപ്പ് ലോകം ഒരിക്കലും തീർക്കുകയില്ല. സമ്പത്തും പ്രശസ്തിയും മനുഷ്യരുമല്ല, ദൈവവചനം മാത്രമാണ് ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നത്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ ആത്മാവിനെ ഞാൻ എന്തുകൊണ്ടാണ് പോഷിപ്പിക്കുന്നത്? ദിവസവും ദൈവവചനത്തിനായി ഞാൻ സമയം മാറ്റിവെക്കുന്നുണ്ടോ? ദൈവ സാന്നിധ്യത്തിൽ തന്നെയാണോ എൻ്റെ യഥാർത്ഥ സന്തോഷം? നാം ചിന്തിക്കുക. ദൈവത്തോടൊപ്പം ജീവിക്കുന്നവർക്ക് ഒരിക്കലും യാതൊരു വിധമായ ക്ഷാമവും ഉണ്ടാവുകയില്ല. പ്രിയ ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ വിശപ്പ് അങ്ങയുടെ വചനത്താൽ അവിടുന്ന് നിറയ്ക്കണമേ. ഓരോ ദിവസവും അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ലോകത്തിൻ്റെ ആകർഷണങ്ങളേക്കാൾ അങ്ങയുടെ സത്യത്തെ തിരഞ്ഞെടുക്കുവാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ.
രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശയിലായിരിക്കുന്നവർക്ക് പുതിയ പ്രത്യാശയും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ കൈകളിൽ ഞങ്ങളെ നയിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റട്ടെ. ദൈവവചനത്തിൻ്റെ അപ്പം നിങ്ങളുടെ ആത്മാവിനെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.